ഇത് കേരളമാണ്, ഇവിടെ എന്തും നടക്കും അല്ലേ? അങ്ങനെ നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഇപ്പം ഞാനൊരു അധ്യാപനം എന്നുള്ളതിൽ ഞാനൊരു പാർട്ടിയുടെയും ഭാഗമല്ല, പ്രത്യേകിച്ച് ഒരു പാർട്ടിയുടെയും പ്രത്യേകിച്ച് അംഗത്വമൊന്നും എടുത്തില്ല. അതുകൊണ്ട് നമുക്ക് വളരെ തുറന്ന് പറയാൻ കാര്യം. ഇപ്പം +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ 2-3 കൊല്ലമായിട്ട് അത് മാർച്ചിലാണ് നടത്തുന്നത്. ഈ വട്ടം ജൂലൈയിൽ റിസൾട്ട് വന്നപ്പം ഗവൺമെൻറ് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഉത്തരവിറക്കി. ഈ വട്ടം മുതൽ ഒക്ടോബറിൽ വീണ്ടും പരീക്ഷ +1 ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടത്തും. 3 വിഷയം വരെ, 1 മുതൽ 3 വിഷയം വരെ മാർക്ക് കുറവുള്ള കുട്ടികൾക്കോ ഫെയിലായ കുട്ടികൾക്കോ ഇംപ്രൂവ്മെൻ്റ് എഴുതുന്ന കുട്ടികൾക്കോ ഉറപ്പായിട്ടും എഴുതാം. ഇത് ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾക്കാണ് ഭയങ്കര ആശ്വാസ വാർത്ത, സന്തോഷ വാർത്തയായിരുന്നു. പക്ഷേ ഈ സന്തോഷം ഇങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നില്ല. എന്നാലും സർക്കുലർ വന്ന സ്ഥിതിക്ക് ഒക്ടോബർ 10 ശേഷം പരീക്ഷ നടത്തുമെന്നുള്ള ഉറപ്പാണ്. പക്ഷെ എന്തൊരു മോശം അനാസ്ഥയാണെന്ന് ആലോചിക്കുക. കാരണം ഈ വിദ്യാഭ്യാസ വകുപ്പ് കയറിയതേ ഉള്ളൂ എന്ന് നമുക്ക് പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷെ കുട്ടികളുടെ കാര്യമാണ്. ഇപ്പൊ കേരളത്തിലെ കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്. കേരളത്തിലെ കുട്ടികൾക്ക് പരീക്ഷ അല്ല ടെൻഷൻ. പരീക്ഷ ടൈം ടേബിളും, ഒരു ദിവസം 2 പരീക്ഷ, ഒരു ദിവസം വേണമെങ്കിൽ 3 പരീക്ഷ നടത്താം, ചാൻസ് ഉണ്ടെങ്കിൽ 3 പരീക്ഷ നടത്തും. അല്ലെങ്കിൽ ഒരു ദിവസം എല്ലാ പരീക്ഷയും നടത്തി തീർക്കാമെങ്കിൽ എല്ലാ പരീക്ഷയും നടത്തി തീർക്കും. ഇങ്ങനെ ഒരു ക്രമമില്ലാത്ത ടൈം ടേബിള്, ഒരു രീതിയിലും കുട്ടികൾക്ക് ഒന്നും ഒത്തുചേരാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. പേരൻസിന് ടെൻഷൻ, കുട്ടികൾക്ക് ടെൻഷൻ. ഇത് പരീക്ഷയല്ല, ഇതൊരു ഭയങ്കരം പരീക്ഷണമാണ് ഈ ടൈം ടേബിൾ ഇടുന്ന കാര്യങ്ങളൊക്കെ. +1 ഇംപ്രൂവ്മെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നാലല്ലേ ആപ്ലിക്കേഷൻ കൊടുത്ത് കുട്ടികൾക്ക് അതെല്ലാം റെഡിയാക്കി +1 വേണ്ടി എല്ലാം +1 ഇംപ്രൂവ്മെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ എല്ലാം കൊടുക്കണം. 2, ഈ എത്ര ലക്ഷം കുട്ടികൾ ഇത് പരീക്ഷ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നതും തോറ്റ കുട്ടികളെല്ലാം എഴുതുന്നുള്ളതും അനുസരിച്ചല്ലേ ക്വസ്റ്റ്യൻ പേപ്പർ റെഡിയാക്കേണ്ടത്. ഇതെല്ലാം എടുക്കാൻ ഒരു നല്ല സമയം എടുക്കത്തില്ലേ? അവരിത് എന്ന് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്? ഒക്ടോബർ പകുതി എന്ന് പറഞ്ഞതിന് ശേഷം അവസാനം കുട്ടികളെ പറ്റിച്ച് നവംബറിലോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നവംബറിൽ കലോത്സവവും കാര്യങ്ങളും എല്ലാം ആണ്. അന്നേരം ഞാൻ പറഞ്ഞത്, ഇത് പാർട്ടിക്ക് അതീതമായി ഇതെല്ലാം വളരെ വ്യക്തമായി വളരെ കൃത്യതയോടുകൂടി നല്ല പ്ലാൻ ചെയ്ത് എത്രയും പെട്ടെന്ന് വേണം തയ്യാറാക്കാൻ. കാരണം കുട്ടികൾക്ക് എന്നാണെന്ന് തയ്യാറാക്കുക. കാരണം എല്ലാ സ്കൂളിലെ അധ്യാപകരും ഏത് രീതിയിലുള്ള അധ്യാപകരാണെങ്കിലും അവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കാൻ നോക്കിയിട്ടാണ്. അവരെല്ലാം പഠിപ്പിക്കണം. കാരണം +1 ഇംപ്രൂവ്മെൻറ്റ് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടി തയ്യാറെടുക്കണം കുട്ടികൾ. അന്നേരം അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പും ബഹുമാനപ്പെട്ട മന്ത്രിയും എത്രയും പെട്ടെന്ന് +1 ഇംപ്രൂവ്മെൻ്റ് നോട്ടിഫിക്കേഷൻ, ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ, അതായത് ടൈം ടേബിൾ കൃത്യമായിട്ടും അനൗൺസ് ചെയ്താൽ അത് കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമാണ്. അത് ചെറിയ ആശ്വാസമല്ല, വലിയൊരു ആശ്വാസമാണ്. അത് എത്രയും പെട്ടെന്ന് നൽകുമെന്ന് പ്രതീക്ഷിക്കും.